എന്ന് പറയുന്നു നമ്മുടെ ഭക്ഷണത്തിനോട് ഈ ആരോഗ്യ കർക്കിടക ക്യാമ്പയിൻ കർക്കിടക കഞ്ഞി കഴിക്കുന്നല്ലേ? ഷുഗറില്ലെന്ന് ഉറപ്പായി. ഷുഗറില്ലെന്ന് കഴിക്കാൻ പറ്റും. നമുക്ക് ഇപ്പോഴത്തെ സ്കോറിങ് എങ്ങനെയാണെന്ന് നോക്കാം. മെമ്പർമാരാണോ കുടുംബശ്രീ പ്രവർത്തകരാണോ സ്കോറിങ്ങിന് മുന്നിൽ നിന്ന് നമുക്ക് നോക്കാം. ജസ്റ്റ് നല്ല രുചികരമായ ഭക്ഷണമാണ്. ഒരു കാലത്ത് നമ്മുടെ വല്യമ്മമാരും അമ്മമാരും പങ്കുവെച്ചുകൊണ്ടുള്ള ചീരക്കറിയെ തനിമ നിലനിർത്തി പഴമയുടെ തനിമ നിലനിർത്തിയിട്ടുണ്ട്. നമ്മുടെ ചീരത്തോരന്, ചേമ്പ്, ചേന, കാച്ചിൽ എല്ലാം കൂടി മിക്സ് ചെയ്തുള്ള പുഴുക്ക്. 13ാം വാർഡിലെ മെമ്പർ നമ്മുടെ കൂട്ടിക പഞ്ചായത്തിലെ 14 വാർഡിലെയും വിഭവങ്ങൾ അടിച്ചു മാറ്റി സന്തോഷത്തിലായിരിക്കുന്നത്. ഞാനിപ്പോ വന്നതേ ഉള്ളൂ. പ്രാർത്ഥനകളുടെയും അതുപോലെ തന്നെ കഞ്ഞിയുടെയും ഔഷധകരമായ ആഹാരത്തിന്റെയും ചികിത്സയുടെയും ഒക്കെ ഒരു കാലഘട്ടമാണ് ഇന്നത്തെ. ഫെസ്റ്റുകൾ ആരോഗ്യകരമായ സൂപ്പറാണ്. കഴിക്കുന്നതിന് തിരക്കിലാണ്. കൂട്ടിക്കൽ ഗ്രാമപഞ്ചായത്ത് ഹാളിൽ നടന്ന സമൃദ്ധി 2026 എന്ന പ്രോഗ്രാമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ആ പ്രോഗ്രാമിൻ്റെ വിശദമായിട്ടുള്ള അതായത് ആരോഗ്യ കർക്കിടക ക്യാമ്പയിൻ എന്ന പ്രോഗ്രാം നമ്മളിവിടെ നടന്നു. ഈ പ്രോഗ്രാമിൻ്റെ വിശദമായ കാഴ്ചകളിലേക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേരുന്നു. അതുപോലെ തന്നെ ഇത് പ്രിപ്പയർ ചെയ്ത ആ കരങ്ങൾക്കും എല്ലാവിധ അഭിനന്ദനങ്ങളും. അതുപോലെ തന്നെ ഈ ഒരു ഫുഡ് ഐറ്റംസ് അടുത്തൊരു പരിപാടിയായിട്ട് നമ്മൾ ഇവിടെ ഇത് ഉണ്ടാക്കുന്നതിലൂടെ എങ്ങനെയാണെന്ന് നമ്മൾ പഠിപ്പിക്കുന്ന ഒരു ഇതിലൂടെ ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്ന എല്ലാവിധ ആശംസകളും. പഞ്ചായത്തിന് കീഴിലുള്ള കുട്ടികൾ കൃഷിഭവൻ ഇതിലെ കൃഷി ഓഫീസർ രമ്യ മാഡം നമ്മളോട് ഇന്നത്തെ ഈ ആരോഗ്യ ക്യാമ്പയിനെ കുറിച്ച് കർക്കിടക ആരോഗ്യ ക്യാമ്പയിനെ കുറിച്ച് 2 വാക്ക് സംസാരിക്കുന്നതായിരിക്കും. കർക്കിടക മാസം എന്ന് പറയുന്നത് നമ്മുടെ പഴമയുടെ ആരോഗ്യം, നമ്മുടെ ഭക്ഷണശീലങ്ങളുടെ നല്ല ഭക്ഷണശീലങ്ങളുടെ നല്ല ജീവിതശൈലിയുടെ ഒരു ഓർമ്മപ്പെടുത്തലാണ്. വിവിധ തരം രുചികളും ഭക്ഷണങ്ങളൊക്കെ ഉണ്ടെന്ന് അറിയുന്നത് തന്നെ ഇത്തരം ഫെസ്റ്റുകളിലൂടെ ആണ്. അപ്പം ഇതിന് വേണ്ടിയിട്ടുള്ള എല്ലാ ആശംസകളും നേരെയാണ്. ഇങ്ങനെയുള്ള ഫെസ്റ്റുകൾ നമ്മുടെ ആരോഗ്യകരമായ ജീവിതത്തിൽ ആണ്. അങ്ങനെയുള്ള ഫെസ്റ്റുകൾ ഉണ്ടാവണമെന്ന് വേണ്ട എല്ലാ ആശംസകളും നേരിടും. നമ്മുടെ കൂട്ടിയ ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് ആൻസി അഗസ്റ്റിൻ മാഡം നമ്മളോട് നമ്മുടെ ഈ കർക്കിടക ആരോഗ്യ ക്യാമ്പയിനെ കുറിച്ച് 2 വാക്ക് സംസാരിക്കുന്നത്. കൂട്ടിയൂർ ഗ്രാമപഞ്ചായത്തിൽ ഇന്ന് കുടുംബശ്രീയുടെ ആഭിമുഖ്യത്തിൽ കർക്കിടക ഫെസ്റ്റ് നടക്കുകയാണ്. നമുക്കറിയാം, കർക്കിടക മാസം എന്ന് പറയുമ്പോൾ ഒരു പഞ്ഞ മാസത്തെക്കുറിച്ചാണ് നമ്മൾ ചിന്തിച്ചിരുന്നത്. എന്നാൽ
പ്രാർത്ഥനകളുടെയും അതുപോലെ തന്നെ കഞ്ഞിയുടെയും ഔഷധകരമായ ആഹാരത്തിൻ്റെയും ചികിത്സയുടെയും ഒക്കെ ഒരു കാലഘട്ടമാണ് ഇന്നത്തെ കർക്കിടക ഫെസ്റ്റ് എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും നമ്മുടെ പൂർവികർ നമ്മളെ പഠിപ്പിച്ചു തന്നിരിക്കുന്ന കുറേ പാരമ്പര്യങ്ങളുണ്ട്, കുറേ നാട്ടു ചികിത്സകളുണ്ട്, നല്ല ആഹാരശീലങ്ങളുണ്ട്. ഇവയൊക്കെയും പുതിയ തലമുറയ്ക്ക് പകർന്നു കൊടുക്കുന്നതിന് വേണ്ടിയാണ് ഇത്തരത്തിലുള്ള ഫെസ്റ്റുകൾ നമ്മൾ നടത്താറുള്ളത്. തീർച്ചയായിട്ടും നമ്മൾ കേട്ടിട്ടുള്ള കാര്യങ്ങൾ, അതുപോലെ തന്നെ കഴിക്കാൻ ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ മുന്നിലേക്ക് നമ്മുടെ സഹോദരിമാർ പാചകം ചെയ്ത് കൊണ്ടുവന്നിരിക്കുന്നത്. ഇതെല്ലാം തന്നെ കൃഷിയിടങ്ങളിൽ നിന്ന് അവരവർ തന്നെ ഉൽപ്പാദിപ്പിച്ച് അവരവർ തന്നെ പാചകം ചെയ്ത് ഇവിടെ എത്തിച്ചിരിക്കുന്നതാണ്. തീർച്ചയായിട്ടും ഇനിയും ഇതുപോലെയുള്ള നല്ല നല്ല ഫെസ്റ്റുകൾ കുട്ടികൾ ഗ്രാമപഞ്ചായത്തിൽ ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. അതോടൊപ്പം തന്നെ ഇതിൽ നിന്ന് കിട്ടുന്ന അറിവുകൾ നേടി നമ്മുടെ ആളുകൾ തന്നെ നല്ല രീതിയിൽ നല്ല നല്ല ഭക്ഷണങ്ങൾ കഴിച്ച് മുന്നോട്ടേക്ക് പോകാനായിട്ട് കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു. ഇത് തട്ടിക്കളയല്ലേ, ഇതുകൂടി ആ കൂടുതൽ അടുപ്പിച്ച് നോക്കാൻ നല്ലത്. ഞാനുണ്ട് ഞാൻ കഴിച്ചു എല്ലാവരും ഞാൻ എടുക്കണ്ടേ. സാർ എങ്ങനെ ഐറ്റം കൊള്ളാം, സൂപ്പർ. ഇതിന്റെ ഇടയ്ക്ക് ചേന കിട്ടി ഞാൻ കഴിച്ചോളാം. തന്നെ പിടിച്ചോ. ഒന്നുമില്ല, എന്നാ വേണ്ട കാര്യമൊക്കെ പഴയ പുഴുക്കാണത്. ഇപ്പം അന്യം നിന്നുകൊണ്ടിരിക്കുന്ന ഒരു സാധനമാണ്. അത്യാവശ്യം എല്ലാ വിഭവങ്ങളും തന്നെ നമ്മുടെ, അതായത് ഇപ്പോഴത്തെ തലമുറ കാണാത്ത പല വിഭവങ്ങളും ഇവിടെ പ്രദർശിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ഇത് വരും തലമുറയിലേക്ക് പകർന്നു കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് കുടുംബശ്രീ തലത്തിൽ ഒരു ദിവസം എല്ലാവരും ഒരു പ്രദർശനം നടത്തുന്നതോടൊപ്പം അതുകൂടാതെ തന്നെ നമ്മളിത് പഠിപ്പിക്കുന്ന ഒരു കാര്യം കൂടെ ചെയ്യുന്നുണ്ട്. ഓക്കെ. ഷുഗറില്ലെന്ന് ഉറപ്പായി. കഴിക്കാൻ പറ്റും. എഴുതൊക്കെ വന്ന് എടുത്തില്ലെങ്കിൽ നഷ്ടമല്ലായിരുന്നു. അതെ. പായസം ഉണ്ട് തിന്നാൻ പറ്റുന്നത്. പായസം ഉണ്ട്. അവിടെ പോയില്ലേ? ഫോട്ടോ നമ്മൾ ഇടിച്ചു കയറുന്ന മോശമാണ്. ഇപ്പൊ ഫോട്ടോ എടുക്കാൻ കഴിച്ചാൽ അല്ല, അത് ലാസ്റ്റ് സമൃദ്ധി 2026 നമ്മുടെ പഞ്ചായത്ത് തലത്തിൽ CDS തലത്തിലാണ് നമ്മൾ ഈ പ്രോഗ്രാം നടത്തിയിരിക്കുന്നത്. ഫെസ്റ്റുമായി ബന്ധപ്പെട്ട് നമ്മുടെ വാർഡിലെ ADs അയൽക്കൂട്ട തലത്തിൽ നിന്ന് ഓരോരുത്തരും അവരുടെ വീടുകളിൽ ഉള്ള വിഭവങ്ങൾ കൊണ്ട് ഫുഡുണ്ടാക്കിയാണ് ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത്. ഇതൊന്നും വിഷരഹിതമായ സാധനമാണ്, ഭക്ഷണമാണ്. അപ്പം ഇത് അടുത്ത നമ്മൾ അയൽക്കൂട്ട തലത്തിലേക്കും ADS തലത്തിലേക്കും ഒക്കെ നമ്മളിത് താഴെത്തട്ടിലേക്ക് ഇതുപോലെ തന്നെ ചെയ്യുന്നുണ്ട്. നമ്മൾ ആദ്യഘട്ട നിലയിലാണ് CDS തലത്തിൽ ഇപ്പോൾ നടപ്പിലാക്കിയിട്ടുള്ളത്. സമൃദ്ധി 2026 വർഷങ്ങളായിട്ട് തന്നെ നടപ്പിലാക്കുന്ന ഒരു പദ്ധതിയാണ്. നമ്മൾ ഈ വർഷമാണ് ഇത്രയും വിപുലമായ രീതിയിൽ നല്ല രീതിയിൽ നമ്മൾ നടത്താൻ സാധിച്ചത്. അതോടൊപ്പം തന്നെ നമ്മൾ ADS തലത്തിൽ ഓരോ ADSലെ അയൽക്കൂട്ട അംഗങ്ങളുടെ ഒരു പ്രാതിനിധ്യത്തോടുകൂടി തന്നെ നമ്മൾ നടത്തുകയും തുടർന്ന് അയൽക്കൂട്ട തലത്തിലേക്ക് വ്യാപിപ്പിക്കുകയും ചെയ്യാമെന്ന് ഉദ്ദേശിക്കുന്നത്. എല്ലാ വർഷവും ഉള്ള പോലെ തന്നെ ഈ വർഷവും നമ്മൾ ഇതിൻ്റെ ഉദ്ദേശം നമ്മുടെ കർക്കിടകവുമായിട്ട് ബന്ധപ്പെട്ട ജനങ്ങളിൽ, സ്ത്രീകളിൽ ആരോഗ്യശീലം വളർത്തുക എന്ന ഉദ്ദേശമാണ്. ഇതിനുശേഷം നമുക്ക് സൂംബ ഡാൻസ്, ക്വിസ് മത്സരം പോലത്തെ ആരോഗ്യമായിട്ട് ബന്ധപ്പെട്ട ക്വിസ് മത്സരം പരിപാടി നടക്കുക. ഒരു ദിവസം മുഴുവൻ നീണ്ടു നിൽക്കുന്ന നല്ലൊരു പദ്ധതിയായിട്ടാണ് നമ്മൾ ആക്കി ഇതിനായിട്ടൊന്നും പറയാൻ
ഓക്കെ, താങ്ക് യു. കുടുംബശ്രീ കുട്ടികൾ ചെയർപേഴ്സൺ ബിസ്മി സൈനുദ്ദീനാണ് നമ്മളോട് സംസാരിച്ചത്. കുടുംബശ്രീ ജില്ലാ മിഷന്റെ ആഭിമുഖ്യത്തിൽ കുട്ടികൾ കുടുംബശ്രീ FNHW, അതായത് ശുചിത്വം പോഷണം എന്ന രീതിയിൽ നമ്മളൊരു പ്രൊജക്റ്റാണത്. അതുമായിട്ട് ബന്ധപ്പെട്ട് കർക്കിടക ക്യാമ്പയിൻ, 1 മാസം നീണ്ട ക്യാമ്പയിനാണ്. അതായത് 4 ആഴ്ചകളിലായിട്ട് ഓരോ അയൽക്കൂട്ടങ്ങളിലും എത്തത്തക്ക രീതിയിലാണ് നമ്മുടെ ക്യാമ്പയിൻ കൊണ്ടാടുന്നത്. ആദ്യത്തെ ആഴ്ച ശുചിത്വ ആഴ്ച, രണ്ടാമത്തെ ആഴ്ച പോഷക ആഴ്ച, മൂന്നാമത്തെ ആഴ്ച ശുചിത്വം കൂടി വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി ശാരീരികവും മാനസികവുമായ ഉല്ലാസത്തിന് വേണ്ടി ഓരോ പ്രോഗ്രാമുകൾ ചെയ്തു വന്നിരുന്നു. അടുത്തതായിട്ട് ഈ 4ാമത്തെ ആഴ്ചയായിട്ട് ഏറ്റവും അവസാന ഭാഗം, അതായത് കർക്കിടകം തീരുന്ന ആ അവസാന ആഴ്ചയിലേക്ക് നമ്മൾ മനസ്സിൻ്റെ ആഴ്ചയുമായിട്ട് കണക്ട് ചെയ്തുകൊണ്ട് അങ്ങനെ ഒരു കർക്കിടക ഫെസ്റ്റ് ഉൾപ്പെടെ നമ്മൾ നടത്തിക്കൊണ്ടു പോകുന്നു. കഴിഞ്ഞ വർഷങ്ങളിലും അങ്ങനെ പ്രോഗ്രാം നടത്തി വന്നിരുന്നതാണ്. ഇതിൻ്റെ തുടർച്ചയെന്നോണ വർഷം ഈ വർഷവും സമൃദ്ധി എന്ന പേരിലാണ് ഈ ക്യാമ്പയിൻ നടന്നു പോകുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇവിടെ ഒരു കർക്കിടക ഫെസ്റ്റ് നടത്തിയിരിക്കുന്നത്. നമ്മൾ ഇന്നത്തെ കാലത്ത് നമ്മുടെ ഭക്ഷണ പദാർത്ഥങ്ങൾ, നമ്മുടെ ജീവിതശൈലി വ്യത്യാസപ്പെടുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ ഈ പഴയകാല ഭക്ഷണങ്ങളും കൂടി ഓർമ്മപ്പെടുത്തുക, അതിൻ്റെ ഒരു പ്രാധാന്യം ജനങ്ങളിലേക്ക് എത്തിക്കുക, കുടുംബശ്രീയിലേക്ക് എത്തിക്കുക എന്നതാണ് ഇതിൻ്റെ ലക്ഷ്യം. ഇങ്ങനെയാണ് നമ്മുടെ ഈ പ്രോഗ്രാം മുന്നോട്ട് പോകുന്നത്. കൂട്ടിക്കൽ ഗ്രാമപഞ്ചായത്തിൻ്റെ കീഴിലുള്ള നമ്മുടെ കൂട്ടിക്കലെ കുടുംബശ്രീയുടെ കമ്മ്യൂണിറ്റി കൗൺസിലർ ആയിട്ടുള്ള ജ്യോതിപ്രഭ മാഡമാണ് നമ്മളോട് സംസാരിച്ചത്. വളരെ നന്ദി മാഡം. ടൗൺ വാർഡ് മെമ്പർ ആന്റണി കടപ്പുളാക്കൽ നമുക്ക് എപ്പോഴും ഇഷ്ടപ്പെട്ട ആ വിഭവം തന്നെ തിരഞ്ഞെടുത്തിരിക്കുക. കാരണം ചോറ് മറ്റു വിഭവത്തിലേക്കൊന്നും കടന്നില്ലെന്ന് തോന്നി. എന്നാൽ നമുക്ക് അദ്ദേഹത്തിന് 2 വാക്ക് ചോദിക്കാം. ഞാൻ അത് കൃത്യമായിട്ട് നമ്മുടെ നാട്ടിൽ ഉണ്ടാകുന്ന, നാട്ടിൽ വിളയുന്ന സാധനങ്ങൾ കൃത്യമായിട്ട് നോക്കിയിരുന്നു. അത് നോക്കി ഞാൻ ഭക്ഷണം എടുത്തത്. പിന്നെ അതിനോടൊപ്പം നമ്മൾ ഉച്ചയ്ക്ക് ചോറ് വേണം. ചോറ് മാത്രം എനിക്കറിയാം, അവിടെ നെല്ലില്ലാന്നറിയാം. സാഹചര്യത്തിൽ നോക്കിയാണ് എടുത്തത്. ഞാനിപ്പോൾ ആദ്യം പറഞ്ഞ പോലെ തന്നെ നല്ല രുചികരമായ ഭക്ഷണമാണ്. ഒരു കാലത്ത് നമ്മുടെ വല്യമ്മമാരും അമ്മമാരും പങ്കുവെച്ച് വന്നിട്ടുള്ള ചീരക്കറിയെ തനിമ നിലനിർത്തി, പഴയ പഴമയുടെ തനിമ നിലനിർത്തിയിട്ടുണ്ട്. നമ്മുടെ ചീരത്തോരന്, ചേമ്പ്, ചേന, കാച്ചിൽ എല്ലാം കൂടി മിക്സ് ചെയ്തുള്ള പുഴുക്ക്, ചീരയാണ് പല വെറൈറ്റി ആയിട്ട് ഒന്നിച്ച് ചെയ്തേക്കുന്നത്. അങ്ങനെ ഒരുപാട് വെറൈറ്റി സാധനങ്ങളുണ്ട് ഇതിനകത്തുണ്ട്. അപ്പോൾ അവിയലെടുത്ത് നോക്കുക, ഒരു പ്രത്യേകതരം അവിയൽ. കാരണം ഇന്നത്തെ ഒരു കൂട്ടുമില്ലാത്ത അവിയൽ. നമ്മുടെ സ്വന്തം വീട്ടിൽ അവിയൽ വെച്ചാൽ പോലും ചീരയിൽ മിക്സ് കാണും. അതുമില്ലാത്ത അവിയൽ എല്ലാം ഒരുപാട് രുചികരമായ ഭക്ഷണമാണ്. തീർച്ചയായിട്ടും ഇതിനു മുന്നേ ഒരുപാട് പേരുടെ ഒരു കഷ്ടപ്പാടുണ്ട്, അവരെ പ്രത്യേകം ഓർക്കുന്നു. അതിലുപരി ഇത് നമുക്ക് മണ്ണിൽ വിളയിച്ച കർഷകരുടെ മുന്നിൽ ചികിത്സിക്കുന്നു. ഓക്കെ, താങ്ക് യു. നമുക്ക് ഇപ്പോഴത്തെ സ്കോറിങ് എങ്ങനെയാണെന്ന് നോക്കാം. മെമ്പർമാരാണോ കുടുംബശ്രീ പ്രവർത്തകരാണോ സ്കോറിങ്ങിന് മുന്നിൽ നിന്ന് നമുക്ക് നോക്കാം. ജസ്റ്റ് മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് ഇടിച്ചു വന്നിട്ടുണ്ട്. ഇത് വേണമെന്ന് തന്റെ ഭാവിയിലല്ലോ ഇത്. ശേഷം ഒരു സൂപ്പർ ഡാൻസ് ഇവിടെ എല്ലാരും കൂടി അവതരിപ്പിക്കേണ്ടതാണ്. കഴിച്ചു കഴിഞ്ഞ് മതി, പതിയെ മതി. ദഹിച്ചിട്ട് പോകാനാണോ? കഴിച്ച സാധനം ദഹിച്ചിട്ട് പോകാൻ. ഈ കൊണ്ടുവന്ന എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് അഭിപ്രായം പറഞ്ഞു. കഴിച്ചോളൂ. എന്നെ മുന്നേ ചേച്ചി, നമ്മൾ 3 മണിക്ക് കഴിക്കുന്ന ആളാണ്. നേരത്തെ നമ്മൾ നെല്ല് വെച്ചിട്ട് കാര്യമില്ല. മെമ്പർ എന്നാ പറഞ്ഞു? 13ാം വാർഡിലെ മെമ്പർ നമ്മുടെ കൂട്ടിക്കൽ പഞ്ചായത്തിലെ 14 വാർഡിലെയും വിഭവങ്ങളെ അടിച്ചു മാറ്റി സന്തോഷത്തിലായിരിക്കുന്നത്. ഞാനിപ്പോ വന്നതേ ഉള്ളൂ. നല്ല ഫുഡ് കഴിച്ചോണ്ടിരിക്കുന്നു, കുറച്ച് എടുത്തോണ്ടിരിക്കുന്നു. 14 വാർഡിലെ ഞാൻ ഇവരുടെ കൂടെ ഇരുന്നാ കഴിക്കാൻ കുഴപ്പമില്ല. ഓക്കെ. ചേട്ടായി, നമ്മുടെ ചങ്ങനാശ്ശേരിയിൽ ഈ സീസൺ ഭക്ഷണം കിട്ടുമോ? അതോ കൂട്ടിക്കൽ പഞ്ചായത്തിലാണോ ചങ്ങനാശ്ശേരിയിലാണോ നല്ല ഭക്ഷണം കിട്ടുന്നത്?
അച്ചാറുമല്ലേ? ആ ഇത് കഴിക്കുന്നത് കൊടുത്ത് വേണ്ട അഭിപ്രായങ്ങൾ പറയാം കേട്ടോ. നല്ല സൂപ്പറാ എല്ലാം. നല്ല സൂപ്പറാണ്. കഴിക്കുന്നതിന്റെ തിരക്കിലാണ് ഇതെല്ലാം ഉണ്ടാക്കിക്കൊണ്ടുവന്നത്. ഇവരുടെ പ്രയത്നങ്ങളെ ശ്രദ്ധയാണ് മതിയാവുകയില്ല. നമ്മുടെ നാടൻ വിഭവങ്ങളാണ് ഇതെല്ലാം വന്നിരിക്കുന്നത്. വളരെയധികം സന്തോഷമാണ്. മെമ്പർ എന്ന് പറയുന്നു നമ്മുടെ ഭക്ഷണത്തിനോട് ഈ ആരോഗ്യ കർക്കിടക ക്യാമ്പയിൻ കർക്കിടക കഞ്ഞിയാണ് കഴിക്കുന്നല്ലേ? കഴിച്ചോളാം. എല്ലാവരും നമ്മൾ നിർബന്ധിക്കുക ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട്. ഏതായാലും നമ്മൾ ചെറിയൊരു ഇടവേള എടുക്കുക ഇത് കഴിക്കാൻ വേണ്ടിയിട്ട്. അതിനുശേഷം സൂംബ ഡാൻസ് ഉണ്ട്. അത് സൂംബ ഡാൻസിലേക്ക് നമുക്ക് കടന്നു വരാം. നന്ദി പറയുന്നതിന് വേണ്ടി അക്കൗണ്ടില് ക്ഷമയുടെ നെല്ലിപ്പല കാണുവര്. ബഹുമാനപ്പെട്ട യോഗത്തിന്റെ അധ്യക്ഷ ബഹുമാനപ്പെട്ട CDS ചെയർപേഴ്സൺ ശ്രീമതി രശ്മി സൈലി, യോഗം ഉദ്ഘാടനം ചെയ്ത നമ്മുടെ ബഹുമാനപ്പെട്ട പ്രസിഡന്റ് ശ്രീമതി ആൻസി അഗസ്റ്റിൻ, ബാക്കി എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഇത്ര ആരോഗ്യ കർക്കിടകം ക്യാമ്പയിന്റെ ഭാഗമായി FNHW കുട്ടികൾ CDSന്റെ നേതൃത്വത്തിൽ നമ്മൾ ഭക്ഷണ പ്രദർശനവും ഇതിനുശേഷം ഒരു സൂംബ ഡാൻസ് പോലുള്ള ചെറിയ പരിപാടികളൊക്കെയാണ്. നമ്മുടെ കമ്മ്യൂണിറ്റി കൗൺസിലർ വരും, ഉച്ചയ്ക്ക് ശേഷം ആണ് എത്തുന്നത്. വേറെ കോരത്തോട് ഇതേ ക്യാമ്പയിൻ നടന്നുകൊണ്ടിരിക്കുന്നതുകൊണ്ട് കുറച്ചിരി സമയം കഴിഞ്ഞിട്ട് എത്തും. നമുക്ക് ആദ്യം നമ്മുടെ ഈ യോഗം ഉദ്ഘാടനം ചെയ്ത നമ്മുടെ യോഗത്തിന് അധ്യക്ഷത വഹിച്ച ബഹുമാനപ്പെട്ട CDS ചെയർപേഴ്സൺ ശ്രീമതി രശ്മി സൈലൂദിന് CDSന്റെ പേരിൽ നന്ദി അർപ്പിക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ യോഗം ഉദ്ഘാടനം ചെയ്ത ബഹുമാനപ്പെട്ട ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി ആൻസി അഗസ്റ്റിന് CDSന്റെ പേരിൽ നന്ദി അർപ്പിക്കുന്നു. നമ്മുടെ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ച വൈസ് പ്രസിഡന്റ്, നമ്മുടെ ബഹുമാനപ്പെട്ട സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാര്, നമ്മുടെ AS, പിന്നെ നമ്മുടെ കൃഷി ഓഫീസർ, എല്ലാ ജനപ്രതിനിധികൾക്കും, നമ്മുടെ പഞ്ചായത്തിലെ മുഴുവൻ സ്റ്റാഫിനും, CDS മെമ്പർമാർക്കും, കുടുംബശ്രീ, നമ്മുടെ വിവിധ സാമൂഹിക രാഷ്ട്രീയ മേഖലകളിൽ പങ്കാളികളായിട്ടുള്ള എല്ലാവർക്കും ഒറ്റ വാക്കിൽ നന്ദി രേഖപ്പെടുത്തുന്നു. ഉദ്ഘാടനം ചെയ്തോണ്ടി ഈ മുന്നിൽ